അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ ഒരു 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. 250 ml കപ്പിന് 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ അളവിനനുസരിച്ചിട്ട് മാവ് അളന്നിട്ട് എടുക്കുക. ഇപ്പോൾ 4 കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ഈ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് അവിടെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ട ചേർക്കുന്നില്ല. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ചിലർക്ക് മുട്ട ഇഷ്ടമല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് മുട്ട ചേർക്കുന്നില്ല. മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒന്ന് അടിച്ചതിന് ശേഷം, അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും പഞ്ചസാരയും മാവിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കപ്പിലാണോ മാവ് അളന്നെടുത്തിട്ടുള്ളത് അതിൽ 1 കപ്പ് ഇതായി എടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാൻ പറയാം എത്ര കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെന്ന്. ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ വെള്ളം ഒരുമിച്ച് അങ്ങ് ഒഴിക്കരുത്. നിങ്ങൾക്ക് വെള്ളത്തിന് പകരം പകുതി തിളപ്പിച്ചാറിയ പാലും പകുതി വെള്ളം അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ലേ അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ബാക്കി 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഇത് ഒഴിക്കുകയാണ്. എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളെടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എനിക്കിപ്പോൾ 1.25 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ മൈദയ്ക്കനുസരിച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ കുറച്ച് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാടിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 2 മിനിറ്റൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഒരുപാടിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇതുപോലെ വലിഞ്ഞു വരണം. നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് ഇതുപോലെ വലിഞ്ഞു വരണം. ഒരു ഒട്ടുന്ന പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുകൾ ഭാഗം അതിൻ്റെ പുറത്തൊന്ന് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് 1 കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല. ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പൊടി ചതച്ചതില്ല എന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി. 1 ടീസ്പൂൺ. അതുപോലെ തന്നെ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി 1 ടീസ്പൂൺ എടുക്കുക. ഞാനിപ്പോൾ ക്രഷ് ചെയ്തെടുത്ത 1 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും.
ഇനി ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് കൂടുതൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ചേർത്തുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ചേർത്ത് കൊടുത്തതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ചിക്കൻ മസാല ചേർത്തില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 15 ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 15 എണ്ണം എടുക്കുക. കുറച്ചും കൂടെ വലിപ്പമുള്ള ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 10 എണ്ണം ഇതുപോലെ ചതച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുക. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി കൈ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. എന്നാൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ മസാലകളും ഈ ചിക്കനിൽ പിടിച്ചിട്ടുള്ളൂ. കുറച്ച് സമയം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി. വയറ്റി എടുക്കാതെ വളരെ ഈസി ആയിട്ട് കുക്കറിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചൂടായി കിടക്കുന്ന ഒരു കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഒരു 4 ഗ്രാമ്പ് ചേർക്കാം. ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടി പോരുത്, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ജസ്റ്റ് ഒന്ന് വാടി കിട്ടട്ടെ, ഒരുപാട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചിക്കൻ മസാലയൊക്കെ പുരട്ടിയെടുത്ത സമയത്ത് നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ചൂടായ സവാളയിലല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തത്. 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഇതിലൊപ്പൊന്നും ചേർത്തിട്ടില്ല. നേരത്തെ ചിക്കനിൽ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ചിക്കൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ചിക്കനിൽ നിന്നും വരുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കാം. മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇപ്പോൾ ഇതാ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 1 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇതിൻ്റെ ആവി മുഴുവൻ എന്താ മാറിയതിന് ശേഷം ഇനി തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ചിക്കനൊന്നും പൊടിഞ്ഞൊന്നും പോകാതെ കറക്റ്റായിട്ട് അതാ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നല്ല കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും. ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവായത് കൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നുണ്ട്. മല്ലിയില വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ചിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് അതാ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. ഇനി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവ് ഇങ്ങനെ എടുക്കാം. അപ്പം ഇതിൽ നിന്നും കുറച്ച് മാവ് ഇതാ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് സേവനാഴിയിലാണ്. അപ്പോൾ സേവനാഴിയിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഈ ചില്ലിലും ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചില്ല് നമ്മൾ പക്കാവടയൊക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന ചില്ലില്ലേ, ഇതുപോലെ നീളത്തിലുള്ള ചില്ലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3/4 ഭാഗത്തോളം മാവ് സേവനാഴിയിലേക്ക് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിന് ശേഷം അങ്ങ് നീളത്തെ അങ്ങ് പിഴിഞ്ഞൊഴിച്ചാൽ മതി. ഒരു പ്രയാസവും ഇല്ല. എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ചിട്ട് പിഴിഞ്ഞൊഴിക്കുക. ബാക്കി ലാസ്റ്റിൽ കൈവച്ചിട്ട് ഒന്ന് മുറിച്ചതുപോലെ മാറ്റുക. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ലെയർ വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഇതുപോലൊന്ന് വിതറി കൊടുക്കുക. കുറച്ച് വിതറി കൊടുത്താൽ മതി. ഇനി മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് കയ്യിലേക്ക് എടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ എടുക്കാം. ഇനി നമ്മൾ ഈ 3 വിരൽ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ലാസ്റ്റിൽ വരുന്നത് നമുക്ക് ഇതാ ഇങ്ങനെ അടിയിൽ കൂടെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കടല നല്ല ലെയറായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം. ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 8 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെറുതാക്കി സേവനാഴിയിൽ പിഴിഞ്ഞിട്ടെടുക്കാം. ഇനി കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട്. കുറച്ച് സമയം കൂടെ നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാനുണ്ട്. നല്ല ലെയറോട് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ നല്ല ലെയറോട് കൂടിയുള്ള പൊറോട്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിനും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് അടിച്ച് പരത്തി ബുദ്ധിമുട്ടേണ്ട ഒന്നും ആവശ്യമില്ല. നേരിട്ട് മാവൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം സേവനാഴിയിലിട്ടിട്ട് ഇതുപോലെ എത്ര വേണമെങ്കിലും പിഴിഞ്ഞൊഴിച്ച് ഇതുപോലെ ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പച്ചവെള്ളത്തിലിട്ട് മുറുക്കി പിഴിഞ്ഞെടുത്ത ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കാം. ഇപ്പം മാവ് നമ്മൾ ചുറ്റിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. ഇനി ഇതിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കുക. അത് ഒരു ഉരുള മാവ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചുറ്റിച്ചെടുത്ത മാവ് ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചു കൊടുത്തു. നമ്മൾ ചുറ്റിച്ചെടുത്ത മാവ് കൗണ്ടർ ടോപ്പിൽ വെച്ചതിന് ശേഷം ഇതുപോലെ കൈയിൻ്റെ നടുഭാഗം വെച്ചിട്ട് ഈ കൈയിൻ്റെ ഉള്ളം ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കണ്ടില്ലേ, സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് പരന്ന് വന്നോളൂ. നമുക്ക് റോളറൊന്നും ഉപയോഗിച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ കൈവച്ച് പരത്തുമ്പോൾ തന്നെ പരന്ന് വന്നോളൂ. എല്ലാ വശവും ഒരേ കനത്തിൽ പരത്തിയെടുക്കുക. പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ എണ്ണയോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു വശം ഒന്ന് ആയി വരുന്ന സമയത്ത് ചെറിയ ചെറിയ ബ്രൗൺ നിറം ആവുമല്ലോ, ചെറിയ ചെറിയ ഡോട്ടായിട്ട്. അപ്പം നമുക്ക് ഒന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. ഇതിൻ്റെ പുറത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. രണ്ട് വശവും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കാം. വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, തിരിച്ച് മറിച്ചു വിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട് പോലെ ഗോൾഡൻ നിറമാവുന്ന സമയം ആവുന്നത് വരെ തിരിച്ച് മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം ആവുമ്പോൾ നമുക്ക് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു 3 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ആ ചൂടോട് കൂടി തന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ 2 കൈ വെച്ച് ഒന്ന് അടിച്ചെടുക്കാം. ആ ചൂടോട് കൂടി തന്നെ ചെയ്യാം, എന്നാൽ മാത്രമേ ഇതുപോലെ തിരിച്ച് ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ 3 എണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ആ ചൂടോട് കൂടി തന്നെ അടിക്കുക. അപ്പോൾ അതാ കണ്ടില്ല, നല്ല ലെയറൊക്കെ അതാ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പം നമുക്ക് സേവനാഴിയിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ലെയറോട് കൂടിയിട്ടുള്ള പൊറോട്ട നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് അടിച്ച് പരത്തി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിപൊളിയായിട്ട് ഇതാക്കി ഇട്ടിട്ടുണ്ട്. സേവനാഴിയിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ലെയർ ആയിട്ടുള്ള പൊറോട്ടയും ചിക്കൻ കറിയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും അടിപൊളി കോമ്പിനേഷനാണ്. അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെയൊന്നും വയറ്റി സമയം കളയാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുക്കറിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും അടിപൊളി കോമ്പിനേഷൻ ആണ്. ഇത് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ സേവനാഴിയിൽ ചെയ്തിട്ടെടുത്ത പൊറോട്ടയും അതുപോലെ തന്നെ കുക്കറിൽ ചെയ്തിട്ടെടുത്ത ചിക്കൻ കറിയും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്